ഹലോ ഗൈസ്, വെൽക്കം ടു കിച്ചാണി വ്ളോഗ്സ്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് ഒരു വെറും കിച്ചാണിയല്ല, സ്പൈഡർ കിച്ചാണിയാണ്. ലെറ്റ്സ് വെൽക്കം സ്പൈഡർ കിച്ചാണി. ഹലോ ഗൈസ്, ഐ ആം കിച്ചാനി. വെൽക്കം ടു കിച്ചാനി വ്ളോഗ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ സ്പൈഡർമാൻ സ്യൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലോട്ടേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ സാർ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു? പ്ലീസ് കുറച്ച് അടുത്തേക്ക് ഇരിക്കൂ. ക്യാമറ അടുത്തേക്ക് ഇരിക്കൂ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്പൈഡർമാൻ സ്യൂട്ട് ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നത്? പ്ലീസ് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ കുറേ മൂവീസും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞതാണ്. എൻ്റെ ഏട്ടൻ പകുതികൾ ഉണ്ടാക്കി തന്നു. ബാക്കി ഇത് ഉണ്ടാക്കിയത് ഞാനാണ്. മെറ്റീരിയലൊക്കെ കണ്ടു. ഓക്കെ സാർ, എങ്ങനെയായിരുന്നു ഈ മെറ്റീരിയൽ? എന്താണ്, കവറാണോ? ഒരു ചെറിയ കവറ്. ഇത് ചെറിയ കവറ്, ഇതൊരു പിങ്ക് കവർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സാർ നമ്മളുടെ കുട്ടികളായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാർ ഇതൊന്ന് ഊരി കാണിച്ചു കൊടുക്കൂ. Yes, of course. Okay. നമ്മളിത് എടുത്തിരിക്കുന്ന കട്ടിയുള്ളതല്ല, ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതാണപ്പോ സാറിന്റെ സ്യൂട്ട്. ഇത് സ്യൂട്ടിന്റെ പുറകുഭാഗമാണ്. ഇവിടെ ഒരു വലിയ സ്പൈഡറിന് കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് ഇവിടെ കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്ത ഒരു സ്പൈഡറിനെ വെച്ചിട്ടുണ്ട്. കളർ ഇതൊക്കെ തന്നത് എന്റെ ഏട്ടനാണ്. തന്നിരിക്കുന്നത് കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്ത ഒരു സ്പൈഡറാണ്. അപ്പൊ ഇതിനേക്കാൾ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വേണ്ടത്. മാസ്കിന് ഇടുമ്പോ മെല്ലെ ഇടാനായിട്ട് പറ്റണമെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ വേണം. പെട്ടെന്ന് ഊരാനും പെട്ടെന്ന് ഇടാനുമായിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ വേണം. അപ്പോൾ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഒരു വെബ് ഷൂട്ടർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമോ സാർ? യെസ്, തുടർച്ചയായി ഉണ്ടാക്കുന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു വെബ് ഷൂട്ടറിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളെ കാണുക. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നവരെ കൂടെ നിന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കിച്ചാണി സാർ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഈ ഓട്ടം കാണാണ്ടിരിക്കാനായിട്ട് ഒരു സൺഗ്ലാസസ് ഇട്ടാലും മതി. ഓക്കെ കിച്ചാണി സാർ, ഞങ്ങൾ അതാണ് സൺഗ്ലാസസ് ഇടുന്നതിൻ്റെ കാരണം. പുറത്തൊക്കെ പോകുമ്പോൾ ഈ കണ്ണിൽ ഇത് കെട്ടൂലേ, വെയിൽ കെട്ടുന്നതുകൊണ്ട് അത് മാറാനാണ് ഇതിന് സൺഗ്ലാസസ് കൊടുക്കുന്നത്. ഓക്കെ സാർ, ആ സൺഗ്ലാസ് ഇട്ട് വന്നിട്ട് തരുമോ? യെസ്. Thousand years later. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ആ സൺഗ്ലാസസ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഇടുന്നത്. ഇതിട്ടിട്ട് പിന്നെ നിങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ അകത്ത് കൂടെയാണ് ഇടുന്നത്. അല്ല, പുറത്തു കൂടെയാണ്. ഓ, ഇപ്പോൾ കിച്ചാണി വെറും കിച്ചാണിയല്ല, ഒരു സൂപ്പർ കൂൾ സ്പൈഡർമാൻ കിച്ചാണിയാണ്. ഇത് കൂടെ ഇട്ടോളൂ സാർ. ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോണ്ട് നമുക്ക് ജമ്പ് ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പോൾ അതാണല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിലേക്ക് ഈ പ്രാവശ്യം വന്നതിന് വളരെ നന്ദിയുണ്ട് സ്പൈഡർമാൻ സാർ. അടുത്ത പ്രാവശ്യം ഒരു വെബ് ഷൂട്ടറുള്ള സ്പൈഡർമാനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സാർ. ബൈ ബൈ. ബൈ ബൈ ബൈ. ഹലോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.